ഓക്കെ. ഐ ഹോപ്പ് ഇപ്പം നിങ്ങൾക്ക് ചിലപ്പം എന്നെ കാണാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷേ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? യെസ് രജിത, യെസ്, സ്ക്രീൻ ക്ലിയർ ആണ്. ഓക്കെ ഫൈൻ. ഓക്കെ ഫൈൻ. ഓക്കെ, സോ എനിവേ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, നമുക്കിനി സമയം കളയണ്ട. ഈവൻ ഇപ്പം നിങ്ങൾ എന്നെ കാണുന്നില്ലെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സ്ക്രീൻ കാണാൻ പറ്റിയാൽ മതി. ഓക്കെ, നന്നായിട്ട് നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ്. ഓക്കെ, സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കും കൂടെ നമ്മൾ തുടങ്ങി വയ്ക്കുകയാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ കേരള എക്കണോമി പോകുന്നുണ്ട്. അപ്പോൾ പാരലായിട്ട് 2 സബ്ജക്റ്റുകളും പോകുന്നതായിരിക്കും. ഒരു സബ്ജക്റ്റ് മാത്രം നമുക്ക് അങ്ങനെ വിട്ട് വയ്ക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് 2 സബ്ജക്റ്റുകൾ എന്ത് ചെയ്യണം, ഒരേപോലെ പഠിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സബ്ജക്റ്റ് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പോവാണ്. അപ്പം ഒന്നിടവിട്ട ദിവസങ്ങളിൽ മറ്റ് സബ്ജക്റ്റുകളൂടെ വന്നിട്ട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, എൻറ്റയർലി പേപ്പർ 2 ആ ഒരു സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ഇനി ക്ലാസ്സുകൾ ഉണ്ടാകുന്നത്. ആ ദിവസങ്ങളിലായിട്ട് എൻറ്റയർ പേപ്പർ 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എക്സാം ഫോക്കസ്ഡ് ആയിരിക്കും. ഓക്കെ, എക്സാം ഫോക്കസ്ഡ് ആയിരിക്കും. ഒരു അക്കാദമിക് സ്റ്റഡി ആയിരിക്കില്ല നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു അക്കാദമിക് സ്റ്റഡി ആയിട്ട് കുറേ ഡെപ്തിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇഫ് നമ്മൾ അത്രത്തോളം ഒരു ഡെപ്തിലേക്ക് പോകുകയാണെങ്കിൽ ഒരുപാട് ഡെപ്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത്രത്തോളം ഡെപ്തിലേക്കോ അല്ലെങ്കിൽ ഒരുപാടായിട്ടുള്ള ആ ഒരു പെർസ്പെക്റ്റീവിലേക്കോ പോകാതെ എവിടെ നിന്നാണോ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത് അത്തരം ഏരിയാസിൽ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം ആ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഫാക്ച്വൽ ആയിട്ടുള്ളതായിരിക്കും, കാണാതെ പഠിക്കേണ്ടതായിട്ട് വരുന്നതുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ടേക്ക് പോകുന്നത്. നിങ്ങളും അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക, ക്യാച്ചപ്പ് ചെയ്ത് വരിക. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സിലബസിൻ്റെ ബ്രീഫിങ്ങിനും അതിനൊന്നും നിൽക്കുന്നില്ല. ജസ്റ്റ് ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സിലബസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ നോക്കുക. ഈ പറയുന്ന 2 ഏരിയാസും വന്നിരിക്കുന്നത്, ഓക്കെ, 2 ഏരിയാസ് വരുന്നുണ്ട്. ഒന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ അഡ്മിനിസ്ട്രേഷനെയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനെയും രണ്ടിനെയും ഒരു സ്ഥലത്താണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അഡ്മിനിസ്ട്രേഷനെയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനെയും രണ്ടിനെയും ഒരു സ്ഥലത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പറയുന്ന സ്ഥലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡെഫിനിഷൻസ് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. എന്നാൽ അതേസമയം പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത്, ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന 2 ഡെഫിനിഷൻസും, അതായത് ഇവിടെ നിങ്ങൾ പഠിക്കുന്ന അതേ ഡെഫിനിഷൻ്റെ ഒരു ഓവർലാപ്പിംഗ് ആയിരിക്കും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും കാണുന്നത്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിലേക്ക് വരുന്ന സമയത്തും ഈ 2 ഏരിയാസിൽ ഒരു ഓവർലാപ്പിംഗ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഡെഫിനിഷൻസ് 2 ഏരിയാസിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് ഡെഫിനിഷൻസ്, അതുപോലെ തന്നെ സ്കോപ്പ് ചോദിക്കുന്നുണ്ട്, ഇമ്പോർട്ടൻസ്. അപ്പോൾ ഒരു സിമിലർ പാറ്റേണിലാണ് 2 ഏരിയാസും നിങ്ങൾ പഠിക്കേണ്ടത്. പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആയാലും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആയാലും ഒരു സിമിലർ പാറ്റേണിൽ തന്നെയായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതും ചോദിക്കാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള ഏരിയാസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അതും ക്ലബ്ബ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള തിങ്കേഴ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കോളേഴ്സ് അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെല്ലാത്തിനെയും കൂടെ ക്ലബ്ബ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ അത് ജസ്റ്റ് എന്ത് ചെയ്യുക, അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സിലബസിൽ ഈ ഒരു കാര്യം മാത്രം ഒന്ന് നോക്കുക. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഇപ്പോൾ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നും പറയുന്നുണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നും പറയുന്നുണ്ട്. പക്ഷേ ഈ എൻറ്റയർ മൊഡ്യൂളിൻ്റെ ഒരു പേര് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കുക, പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്നാണ്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് സിംഗിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എനിക്ക് നിങ്ങളുടെ അടുത്തുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്? ഓക്കെ, അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്താണ്, ഡിഫറൻസ് എന്താണ്? ക്യാൻ സമ്മൺ ടെൽ മീ? അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാൻ പറ്റുമോ? അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് രണ്ടും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാൻ പറ്റുമോ? Okay, neither says legislative and executive.
In government, it's administration. Okay, in organization, it is management. In government, it is administration. Administration is policy making. Okay, Rajita, that's also good. Okay. അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത് സിലബസിൽ നമുക്ക് രണ്ടെണ്ണമായിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, രണ്ടും ഒന്നല്ല. ഓക്കെ, രണ്ട് കാര്യങ്ങളും ഒന്നാണെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യേണ്ടതില്ല, പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു 10 മാർക്കിനും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 10 മാർക്കിനും സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ തരേണ്ട കാര്യമില്ല. അപ്പോൾ രണ്ടും രണ്ടായതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഓരോ ആൻസേഴ്സും ശരിയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ചോദ്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. ഓക്കെ, മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റും. ഓക്കെ, അതിൽ ആദ്യത്തെ ക്ലാരിറ്റി ഞാൻ പറയുന്നുണ്ട്. ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ ആയാലും മാനേജ്മെൻറ്റ് ആയാലും അത് രണ്ടും ഒരേ ഓർഗനൈസേഷനിൽ തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, അതായത് പ്രൈവറ്റ് പബ്ലിക് അങ്ങനെ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പം ഗവൺമെൻറ് എടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൽ തന്നെ അഡ്മിനിസ്ട്രേഷനും ഗവൺമെൻറ്റിൽ തന്നെ മാനേജ്മെൻറ്റും നടക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ആസ് മെൽവിൻ സെഡ്, ഓക്കെ, മെൽവിൻ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കുറേ കൂടെ അപ്പർ ലെവലിൽ നടക്കുന്നതാണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കുറേ കൂടെ മിഡിൽ ലെവൽ അല്ലെങ്കിൽ ലോവർ ലെവലിൽ നടക്കുന്നതാണ്. ഓക്കെ, ദാറ്റ് ഈസ് എ വെരി ഗുഡ് ആൻസർ മെൽവിൻ. അപ്പം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അപ്പർ ലെവലിലാണ് നടക്കുന്നത്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കുറേ കൂടെ മിഡിൽ ലെവലാണ്. അപ്പം ലെവൽ എവിടെയാണത് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പർ ആണോ ലോവർ ലെവലാണോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത്, ഓക്കെ, ഈ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനും തമ്മിൽ അടുത്ത ഡിഫറൻസ് എവിടെയാണ് അതെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ ഈ രണ്ട് കാര്യങ്ങളും എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ രണ്ട് സമയത്ത്, അതായത് അഡ്മിനിസ്ട്രേഷനിൽ എന്താണ് നടക്കുന്നത്, മാനേജ്മെൻറ്റിൽ എന്താണ് നടക്കുന്നത്. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സമയത്ത് ആൾക്കാർ എന്താണ് ചെയ്യുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS എന്നാണ് പറയുന്നത്, ഇന്ത്യൻ മാനേജ്മെൻറ്റ് സർവീസ് എന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. ഓക്കെ, അപ്പം അഡ്മിനിസ്ട്രേഷനിൽ എന്താണ് നടക്കുന്നത്, മാനേജ്മെൻറ്റിൽ എന്താണ് നടക്കുന്നത്, വാട്ട് ഇസ് ദ ഡിഫറൻസ്? അഡ്മിനിസ്ട്രേഷനിൽ എന്താ നടക്കുന്നത്, മാനേജ്മെൻറ്റിൽ എന്താണ് നടക്കുന്നത്? ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ ഇസ് എ പോളിസി മേക്കിംഗ്. രജിത സെഡ് ദാറ്റ്സ് എ റൈറ്റ് ആൻസർ. ഓക്കെ, ഗുഡ്. ദെൻ വാട്ട് എൽസ്? യെസ്, അഡ്മിനിസ്ട്രേഷൻ പോളിസീസ് ഉണ്ടാക്കുന്നതാണ്. ഡെഫിനറ്റ്ലി നമുക്കറിയാം അപ്പർ ലെവൽസ് ആവുന്ന സമയത്ത് ദേ ആർ മോർ കൺസേൺഡ് അബൌട്ട് പോളിസി മേക്കിംഗ്. ഓക്കെ, ഡെഫിനറ്റ്ലി ദേ ആർ കൺസേൺ മോർ അബൌട്ട് ദ പോളിസി മേക്കിംഗ്. അപ്പം മാനേജ്മെൻറ്റിൽ എന്താണ് നടക്കുന്നത്, മാനേജ്മെൻറ്റിൽ എന്താണ് നടക്കുന്നത്? അഡ്മിനിസ്ട്രേഷനിൽ പോളിസി മേക്കിംഗ്, മാനേജ്മെൻറ്റ് പോളിസി എക്സിക്യൂട്ടിംഗ്. യെസ്, ഓക്കെ, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പോളിസി എക്സിക്യൂട്ടിംഗ് അല്ലെങ്കിൽ പോളിസി ഇംപ്ലിമെൻറ്റേഷൻ ആണ്. ഓക്കെ, യെസ്, ഓക്കെ, മാനേജ്മെൻറ്റ് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി മെൻ ആൻഡ് മെറ്റീരിയൽസ് ഗൈഡ് ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കുക, കുറേ കൂടെ അഡ്മിനിസ്ട്രേഷൻ ലെവലിലാണ് ഈ ഗൈഡൻസ് നടക്കുന്നത്. ഓക്കെ, അവരുടെ ഇംപ്ലിമെൻറ്റേഷൻ നിജം പറഞ്ഞത് വളരെ കറക്റ്റാണ്. മാനേജ്മെൻറ്റ് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെൻ ആൻഡ് മെറ്റീരിയൽസിനെ യൂസ് ചെയ്യുന്നതാണ്. അതിനെ ഗൈഡ് ചെയ്യുന്നത് ഗൈഡൻസ്, ഡയറക്ഷൻ, അതായത് ഡയറക്ടർ എന്ന് പറയുന്നത് എന്താണ്, അപ്പർ ലെവൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പോൾ ഡയറക്ടർ എന്ന് പറയുന്നത് ഹീസ് ദ ഗൈഡിങ്, ഹീസ് ദ ലീഡർ. അപ്പോൾ അത് നടക്കുന്നത് അപ്പർ ലെവലിലാണ്. ഓക്കെ, മാനേജ്മെൻറ്റ് ലെവലിൽ അതിൻ്റെ യൂസേജ് ആണ് നടക്കുന്നത്. അപ്പോൾ ചെറിയൊരു ക്ലാരിറ്റി കുറവ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ആദ്യം തന്നെ ഇതിൻ്റെ ഡിഫറൻസ് പറഞ്ഞു തുടങ്ങുന്നത്. അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സിലബസ് മനസ്സിലാക്കുന്ന സമയത്ത് ആദ്യം മനസ്സിലാക്കേണ്ടത് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് എൻറ്റയർലി ഈ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്ന സമയത്ത് സിംപ്ലി അതിൻ്റെ മീനിങ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബ്രോഡർ സെൻസിൽ ഇറ്റ് ഈസ് റിഗാർഡിങ് പോളിസി ഫോർമുലേഷൻ, ഗോൾസ്, അതുപോലെ തന്നെ ഫ്രെയിം വർക്ക്സ്. ഒരു ഓർഗനൈസേഷൻ ഫങ്ഷൻ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എവിടെയാണ് നടക്കുന്നത്, പോളിസി മേക്കിംഗ്, ഗോൾസ് സെറ്റ് ചെയ്യുന്നത്, ഫ്രെയിം വർക്ക്സ് ഉണ്ടാക്കുന്നത്, ഇതൊക്കെ അപ്പർ ലെവൽസിലാണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടോപ്പ് ലെവലിലാണ്. ഓക്കെ, അതായത് ബോർഡ് മീറ്റിങ്ങിലായിരിക്കും, അല്ലെങ്കിൽ ഗവൺമെൻറ് ലെവലിലായിരിക്കും, അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സെക്രട്ടറി ലെവലിലൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനേഷനാണ്. ഓക്കെ, അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനേഷനിൽ പിന്നീട് നിങ്ങൾ പ്രൊമോഷൻ കിട്ടിയിട്ട് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറും അതുപോലെ തന്നെ സെക്ഷൻ ഓഫീസറും പിന്നീട് അണ്ടർ സെക്രട്ടറി ലെവലിലേക്ക് എത്തും. അപ്പം ഇവിടെ ഈ സെക്ഷൻ ഓഫീസർ വരെയുള്ള ലെവലിൽ നിങ്ങൾ നിൽക്കുന്നത് മാനേജ്മെൻറ്റ് ലെവലിലാണ്. ഓക്കെ, മാനേജ്മെൻറ്റ് ലെവലിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നത് മാനേജ്മെൻറ്റ് ലെവലിലായിരിക്കും. അണ്ടർ സെക്രട്ടറി അല്ലെങ്കിൽ ഇതിൻ്റെ എബോ ലെവലിലേക്ക് നിങ്ങൾ പോകുന്നതിനനുസരിച്ചിട്ട് യു വിൽ ബി ഇൻ ദി അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക് മാറും.
ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, മാറുന്നതായിരിക്കും, ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെന്തായി, ടോപ്പ് ലെവലായി. ഓക്കെ, അതായത് സെക്രട്ടറി ലെവലിലേക്ക്. അതുകൊണ്ടാണ് ഇവിടെ മുതൽ എന്ത് ചെയ്യുന്നത്, അണ്ടർ സെക്രട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, അതുപോലെ ലൈക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി, അതൊക്കെ ഈ വരുന്നത് ഒരു അപ്പർ ലെവലിലാണ്, ടോപ്പ് ലെവലിലാണ് വരുന്നത്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും നടക്കുന്നത് ഫോർമുലേഷൻസ് ഓഫ് ദ പോളിസീസ്, അതുപോലെ തന്നെ ഗോൾസ് സെറ്റ് ചെയ്യുക, ഫ്രെയിം വർക്ക്സ് ഉണ്ടാക്കുക, ഓർഗനൈസേഷൻ്റെ എൻറ്റയർ മാനേജ്മെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എവിടെയാണ്, അഡ്മിനിസ്ട്രേഷനിലാണ്. ഓക്കെ, എന്നാൽ മാനേജ്മെൻറ്റിലേക്ക് വരുന്ന സമയത്തോ, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കുറേ കൂടെ നാരോവറാണ്. ഓക്കെ, കുറേ കൂടെ നാരോവറാണ്. ഈ അഡ്മിനിസ്ട്രേഷൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കാര്യമാണ് മാനേജ്മെൻറ്റ്, കുറേ കൂടെ നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഒരു ലാർജർ സെറ്റ്, അതിനൊരു സബ്സെറ്റ്. ഓക്കെ, സോ ഇത് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കാര്യമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കുറേ കൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറേ കൂടെ ഡെപ്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, സോ മാനേജ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് കുറേ കൂടെ നാരോവറാണ്. ഇവിടെ എന്താണ് വരുന്നത്, എക്സിക്യൂട്ടിംഗ് പോളിസീസ്, പ്ലാൻ, ടാസ്ക്, ഇതൊക്കെയാണ് നടക്കുന്നത്. ബോത്ത് അഡ്മിനിസ്ട്രേഷൻ ആയാലും മാനേജ്മെൻറ്റ് ആയാലും രണ്ടും ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗോൾസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പബ്ലിക് എൻ്റർപ്രൈസ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പബ്ലിക് എൻറ്റിറ്റി ആണ് എന്നുണ്ടെങ്കിൽ, ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ, അവരുടെ ഏറ്റവും വലിയ ഗോൾ എന്ന് പറയുന്നത് ടു സെർവ് ദ പീപ്പിൾ ആണ്, ജനങ്ങളെ സെർവ് ചെയ്യുക എന്ന് പറയുന്നതാണ്. ദെൻ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ഗോൾ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ഓരോ ഓർഗനൈസേഷനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗോൾസ് ഉണ്ടായിരിക്കും. ആ ഗോൾസ് ഫുൾഫിൽ ചെയ്യണം. ഓക്കെ, ആ ഗോൾസ് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ടാവും, ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ രണ്ടിലും വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷൻ ആയാലും മാനേജ്മെൻറ്റ് ആയാലും ഗോൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷേ ആ ഗോൾസിൻ്റെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ആ ഗോൾസിൻ്റെ സ്വഭാവം എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. ഇപ്പം മാനേജ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് ടാസ്ക് കംപ്ലീഷൻ ആയിരിക്കും കൂടുതലായിട്ടും ഗോൾസ് ആയിട്ട് വരുന്നത്. ഇന്ന ദിവസം കൊണ്ട് ഇത്ര പേപ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, കംപ്ലീറ്റ് ആക്കേണ്ടതായിട്ടുണ്ടാവും. ഓക്കെ, അഡ്മിനിസ്ട്രേഷനിൽ എന്തായിരിക്കും, മികച്ച ഒരു അധ്യാപനം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കോളേജ് നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കും. ആ കോളേജിലേക്ക് അഡ്മിനിസ്ട്രേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം, അതുപോലെ തന്നെ മികച്ച റിസൾട്ടുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ കോളേജിന് എന്ത് ചെയ്യണം, ടോപ്പ് റാങ്കിങ്ങിലേക്ക് കൊണ്ടുവരണം. ഇതൊക്കെയായിരിക്കും അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ വരുന്ന ഗോൾസ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ലെവലിലേക്ക് വരുന്ന സമയത്തോ ടീച്ചേഴ്സിന് പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇവാലുവേറ്റ് ചെയ്യാൻ. ആ പേപ്പേഴ്സ് എന്ത് ചെയ്യണം, ടൈമിൻ്റെ ഉള്ളിൽ നോക്കി തീർക്കണം. ഇന്നത്തെ ദിവസം ഇത്ര പേപ്പേഴ്സ് നോക്കണം, ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യണം. ഇതൊക്കെ എവിടെയാണ്, മാനേജ്മെൻറ്റിൻ്റെ ഗോൾസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് അതോറിറ്റീസിൻ്റെ ഗോൾസ് എല്ലാം കൂടെ ചേർന്ന് വരുന്ന സമയത്താണ് അഡ്മിനിസ്ട്രേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുക. അതാണ് ഞാൻ പറഞ്ഞത്, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കുറേ കൂടെ ലാർജറാണ്. ഓക്കെ, അതിലെന്തുണ്ടായിരിക്കും, മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഡിഫറെൻറ്റ് കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ. ഓക്കെ, ആ ഒരു കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. ദെൻ ഫോക്കസ് ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേഷൻ ഫോക്കസ് ചെയ്യുന്നത് വാട്ട് ഷുഡ് ബി ഡൺ. ഓക്കെ, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എന്താണ് ചെയ്യേണ്ടത്, റാങ്ക് ഇംപ്രൂവ് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് എങ്ങനെ ചെയ്യണം, ഹൗ ഇറ്റ് ഷുഡ് ബി ഡൺ. ഓക്കെ, ഹൗ ഇറ്റ് ഷുഡ് ബി ഡൺ. അപ്പോൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിപ്പിക്കണം. ഓരോ പോർഷൻസും അതാത് ദിവസങ്ങളിൽ കംപ്ലീറ്റ് ചെയ്യണം. ആ കാര്യം അതെന്താണ്, എങ്ങനെ ചെയ്യണം എന്നുള്ള ആ ഒരു ഏരിയ അതെവിടെയാണ് വരുന്നത്, മാനേജ്മെൻറ്റിലേക്കാണ് വരുന്നത്. ഇംപ്ലിമെൻറ്റേഷനും അതുപോലെ തന്നെ ഓപ്പറേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനേജ്മെൻറ്റ് സൈഡിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇതിനടുത്തത് നേച്ചർ ഓഫ് വർക്ക്. ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ വർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റർമിനേറ്റീവ് ആയിരിക്കണം, അതുപോലെ തന്നെ കൺസെപ്ച്വൽ ആയിരിക്കണം, ലെജിസ്ലേറ്റീവ് ഇൻ നേച്ചർ ആയിരിക്കും. ഓക്കെ, അപ്പം മോസ്റ്റ് ഓഫ് ദ ടൈം ഡെസിഷൻ മേക്കേഴ്സ് ആണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ മാനേജ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഡിസിഷൻ അല്ല, അവർക്ക് കിട്ടിയിരിക്കുന്ന റോളുകൾ എന്ത് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നതാണ്, എക്സിക്യൂഷൻ ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഓപ്പറേഷൻ, അതുപോലെ തന്നെ ഫങ്ഷണൽ ഇൻ നേച്ചറാണ്. ഒരു കൃത്യമായിട്ടുള്ളൊരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, രാവിലെ നിങ്ങൾ ഇന്ന സമയത്ത് വരണം, ഇന്ന കാര്യങ്ങളെല്ലാം ഒരു ദിവസത്തേക്കുള്ള ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും, അത് കംപ്ലീറ്റ് ചെയ്യണം, ദെൻ യു ക്യാൻ ഗോ. ഓക്കെ, സോ ഈ ഒരു കാര്യമാണ് മാനേജ്മെൻറ്റിൽ നടക്കുന്നത്. അതായത് കുറേ കൂടെ ഒരു ഓഫീസ് ലെവൽ വർക്കായിരിക്കും ഇവിടെ വരുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് എന്താണ്, കുറേ കൂടെ ഒരു 24/7 വർക്കിലേക്ക് ഇത് മാറും. ഓക്കെ, കണ്ടിന്യൂസ് വർക്കായിട്ട് അവിടെ മാറും. ഏത് സമയത്തും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതും യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. പുതിയ പോളിസി ഫോർമുലേഷൻസ് അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ആ ഒരു ഹെഡേക്ക് ഇവിടെ ഉണ്ടായിരിക്കും, ഇവിടെ അതില്ല. കിട്ടിയ വർക്ക് എന്താണോ അത് കംപ്ലീറ്റ് ചെയ്യുക, ഇറ്റ്സ് ഡൺ. ഓക്കെ, സോ ഇവിടെ ഇനി ലെവൽസ് നോക്കുന്ന സമയത്ത് ടോപ്പ് ലെവലാണ്, ഇവിടെ എത്തുന്ന സമയത്ത് മിഡിൽ അല്ലെങ്കിൽ ലോവർ ലെവൽസ് ആണ്. ഓക്കെ, അതിൽ മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ്, ഇങ്ങനത്തെ ആളുകളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, മാനേജ്മെൻറ്റ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് വരുന്നത്. ഓക്കെ, ഇനി സ്കോപ്പ്, രണ്ടിടത്ത് നമുക്ക് സ്കോപ്പ് പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈക്ക് അഡ്മിനിസ്ട്രേഷൻ്റെ കേസിലായാലും മാനേജ്മെൻറ്റിൻ്റെ കേസിലായാലും നമുക്കതിൻ്റെ സ്കോപ്പ് പഠിക്കാനുണ്ട്. അപ്പോൾ സ്കോപ്പ് നോക്കുന്ന സമയത്ത് അഡ്മിനിസ്ട്രേഷൻ്റെ സ്കോപ്പ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഡീൽസ് വിത്ത് ഓവറോൾ ഡയറക്ഷൻ.
ഓക്കെ, എൻറ്റയർ ഓർഗനൈസേഷൻ്റെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേഷൻ സെറ്റ് ചെയ്യുന്നത്. ദെൻ സെറ്റിംഗ് മിഷൻ, വിഷൻ, സ്ട്രാറ്റജീസ്. ഓക്കെ, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, അഡ്മിനിസ്ട്രേഷൻ്റെ ഗോൾസ് അല്ലെങ്കിൽ സ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ മാനേജ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഡീൽസ് വിത്ത് ഡേ ടു ഡേ ഓപ്പറേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, രാവിലെ വരുന്നു, എത്ര ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. ഓക്കെ, അതുപോലെ തന്നെ പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്, ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. ഓക്കെ, മാനേജ്മെൻറ്റിൽ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ വരുന്നുണ്ട്. അവിടെ ഈ പറയുന്ന പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്, സ്റ്റാഫിങ്, അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ഇൻക്ലൂഡിങ് ബഡ്ജറ്റിംഗ്, അങ്ങനെ റിപ്പോർട്ടിംഗ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ എത്തുന്ന സമയത്ത് പഠിക്കും, ആ ഒരു ഡേ ടു ഡേ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പം പ്രധാനമായിട്ടും നമുക്ക് മാനേജ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഹെൻറി ഫയോളിൻ്റെ ഒരു 14 പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഓക്കെ, വി വിൽ ബി സ്റ്റഡിങ് ബേസ്ഡ് അപ്പോൺ ദ 14 പ്രിൻസിപ്പിൾസ് ഓഫ് ദി ഹെൻറി ഫയോൾ. ഓക്കെ, സോ അദ്ദേഹം നമ്മുടെ മോഡേൺ മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. വി വിൽ ഡീൽ വിത്ത് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് നോക്കുന്ന സമയത്ത് അഡ്മിനിസ്ട്രേഷൻ എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം മേജർ ലോങ് ടേം ഡിസിഷൻസ് ആയിരിക്കും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ 5 ഇയർ പ്ലാനിങ്. ഓക്കെ, ടോപ്പ് ലെവലിൽ എടുക്കുന്നതാണ്. ഓക്കെ, പ്ലാനിങ് കമ്മീഷൻ അല്ലെങ്കിൽ നീതി ആയോഗിൻ്റെ പ്ലാനിങ്. ഓക്കെ, ബഡ്ജറ്റ് പ്രിപ്പറേഷൻസ്, ഇങ്ങനത്തെ ഹൈ ലെവലായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത് എവിടെയായിരിക്കും, ഡിസിഷൻ മേക്കിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എവിടെയായിരിക്കും, അഡ്മിനിസ്ട്രേഷനിലായിരിക്കും. ദെൻ മാനേജ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് റുട്ടീൻ ആയിരിക്കും, ഷോർട്ട് ടേം ഡിസിഷൻസ് ആയിരിക്കും എടുക്കുന്നത്. കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് മെത്തേഡ്സ്, പ്രൊസീജിയേഴ്സ്, ഇങ്ങനത്തെ കാര്യത്തിലായിരിക്കും. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ്, ഇതിൻ്റെ ഒരു എക്സാമ്പിൾസ് നോക്കുന്ന സമയത്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ് ലെവലിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത്, ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ഒരു റോൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോളിസി ഫോർമുലേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒന്നൊരു കാര്യമാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. അത് പോളിസി മേക്കിംഗ് ആണ്. അപ്പോൾ സെക്രട്ടറി ലെവലിലുള്ള ആൾക്കാർ, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന സെക്രട്ടറി ലെവലിലുള്ള ആൾക്കാരാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ത് ചെയ്യുന്നത്, ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്, ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഇവിടേക്ക് വരുന്ന സമയത്ത് മാനേജ്മെൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഗവൺമെൻറ് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ടീച്ചേഴ്സ് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് കിട്ടിയിട്ടുള്ള ഈ കരിക്കുലം അത് അവർ നടപ്പാക്കും. എന്നാൽ ഈ കരിക്കുലം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ NCERTയുടെ ടെക്സ്റ്റ് ബുക്സിൻ്റെ പ്രിപ്പറേഷൻ, ഓക്കെ, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ പഠിപ്പിക്കണം, ഏത് രൂപത്തിലായിരിക്കണം നമ്മുടെ കരിക്കുലം സെറ്റ് ചെയ്യേണ്ടത്, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, ആ പോളിസി എങ്ങനെയായിരിക്കണം എന്നുള്ളത് സെറ്റ് ചെയ്യുന്നത് ഹയർ ലെവലിലാണ്. എന്നാൽ അതനുസരിച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത് ലോവർ ലെവലിലാണ്. സ്കൂൾ മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എന്താണ്, മാനേജ്മെൻറ്റ് ലെവലിലാണ് വരുന്നത്. ഓക്കെ, സോ അങ്ങനെ എന്ത് ചെയ്യുക, ആ ഒരു ഡിഫറൻസ് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിനടുത്തത് ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത്, കാരണം നമുക്ക് പഠിക്കുന്ന സമയത്ത് പബ്ലിക് ഓർഗനൈസേഷൻസും പ്രൈവറ്റ് ഓർഗനൈസേഷൻസ്, NGOs, ഇതൊക്കെ സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. ഓക്കെ, അതുകൊണ്ട് എക്സാമ്പിൾസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈവറ്റ് ഓർഗനൈസേഷനും കൂടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ബിസിനസ്സിലേക്ക് നോക്കുന്ന സമയത്ത് അഡ്മിനിസ്ട്രേഷൻ ലെവലിലാണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരുടെ ഡിസിഷൻസ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്പനിയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിന് പോകുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അതിൻ്റെ ഷെയർസിൽ മാറ്റം വരുത്തുന്നതിന്, ഷെയർ സെല്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. അതൊക്കെ തീരുമാനിക്കുന്നത് എവിടെയാണ്, ഈ പറയുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഓക്കെ, ദേ വിൽ ബി ഡിസൈഡിങ് ടു എക്സ്പാൻഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈക്ക് എക്സ്പാൻഡ്, അതായത് കൊളാബറേഷൻ, പുതിയ മറ്റൊരു ടീമുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൊജക്റ്റ് അബ്രോഡ് എക്സ്പാൻഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്, ഇങ്ങനത്തെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് എവിടെയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലാണ്. ഓക്കെ, എന്നാൽ മാനേജ്മെൻറ്റ് ലെവലിലേക്ക് വരുന്ന സമയത്തോ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാനേജേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈക്ക് സോഷ്യൽ മീഡിയ മാനേജേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അക്കാദമിക് മാനേജർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാനേജീരിയൽ ലെവലിലുള്ള ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മാനേജീരിയൽ ലെവലിലുള്ള ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണ്, ദേ വിൽ ബി അബൌട്ട് എക്സിക്യൂട്ടിങ് എക്സ്പാൻഷൻ. ഈ എക്സ്പാൻഷൻ്റെ തീരുമാനം എടുത്തത് ഇവിടെയാണ്. ബട്ട് അതുമായിട്ടുള്ള പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവരായിരിക്കും. അതുപോലെ തന്നെ ഹയറിങ്, സ്റ്റാഫിങ്, ഓക്കെ, അതുപോലെ തന്നെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യുന്നത്, ഇതൊക്കെ എവിടെയാണ്, മാനേജേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ഈവൻ ഈ പറയുന്ന സ്റ്റാഫുകളുടെ ഫങ്ഷനിങ് അല്ലെങ്കിൽ ആ സ്റ്റാഫുകളുടെ പ്രവർത്തനം, ഇതെല്ലാം വരുന്നത് എവിടെയാണ്, ഇറ്റ് ഈസ് ഓൾ പാർട്ട് ഓഫ് ദി മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ കീ സ്കിൽസ്. ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ട പ്രധാനപ്പെട്ട സ്കില്ലുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസെപ്ച്വൽ ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ റാദർ ദാൻ മെമ്മറൈസ് ചെയ്യുന്നതിന് അതിനേക്കാൾ ഉപരിയായിട്ട് ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ഓവറോൾ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, ഓവറോൾ ആ ഒരു ഓർഗനൈസേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്, ആ ഓർഗനൈസേഷൻ്റെ വാല്യൂസ്, വിഷൻസ് എന്താണ്, മിഷൻ എന്താണ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ ഈ പറയുന്ന ആൾക്കുണ്ടായിരിക്കണം. അതാണ് കൺസെപ്ച്വൽ എന്ന് പറയുന്നത്. ദെൻ സ്ട്രാറ്റജിക് ഫോർസൈറ്റ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില ഓർഗനൈസേഷന്
ചില ക്രൈസിസിലേക്ക് വരും. ആ ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായി, ഒരു ഫ്ലഡ് ഉണ്ടായി. ആ ഫ്ലഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഡിസ്ട്രിക്ട് കളക്ടർ. ഓക്കെ, ഡിസ്ട്രിക്ട് കളക്ടറായിരിക്കും അത് മാനേജ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് പോലീസേഴ്സ് ആയാലും നേവി ആയാലും ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു വാർ റൂം കൺട്രോളിൽ പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരാളായിരിക്കും ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ കേരളത്തിൽ ഫ്ലഡ് വന്ന സമയത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഡിഫറൻറ്റ് രൂപത്തിൽ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവോൾവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ആ കാര്യങ്ങളൊക്കെ എവിടെയാണ് നടക്കുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലാണ്. ദെൻ മാനേജ്മെൻറ്റ് ലെവലിലേക്ക് വരുന്ന സമയത്ത് ടെക്നിക്കൽ, ഓപ്പറേഷണൽ എഫിഷ്യൻസി, സൂപ്പർവിഷൻ. ഓക്കെ, സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫ്ലഡ് ക്യാമ്പ്, ആ ക്യാമ്പിലേക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? റിലീഫ് മെറ്റീരിയൽസ് എത്തിക്കണം. അതായത് ഫുഡ് മെറ്റീരിയൽസ്, ഓക്കെ, അതുപോലെ തന്നെ ലൈക്ക് നൈറ്റ് ലാംപ്സ്, മൊബൈൽ ചാർജസ്, ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കണം. ഇത് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസസ് റിപ്പോർട്ട് ചെയ്യുന്നതിന് ആൾക്കാരുണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഫ്ലഡ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ അവർക്കുള്ള റിലീഫ് മെഷേഴ്സ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ എന്തിലാണ് വരുന്നത്? ഈ പറയുന്ന സൂപ്പർവിഷൻ അല്ലെങ്കിൽ ഓപ്പറേഷണൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ടെക്നിക്കൽ മാനേജ്മെന്റിൽ വരുന്നതാണ്. അതൊക്കെ മാനേജ്മെന്റ് ആണ്. ഓക്കെ, ദെൻ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ എൻഡ് ആണ്. ഫൈനൽ ഗോൾസ് ഉണ്ടായിരിക്കും, അതായിരിക്കും ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, എൻറ്റയർ ഫ്ലഡ് എന്ത് ചെയ്യണം? മിറ്റിഗേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഫ്ലഡിലുള്ള എല്ലാവരെയും എന്ത് ചെയ്യണം? മാക്സിമം ആൾക്കാരെ രക്ഷിക്കണം. അവരെന്ത് ചെയ്യണം? റീഹാബിലിറ്റേറ്റ് ചെയ്യണം. അവർക്ക് ഫൈനലായിട്ട് എന്ത് ചെയ്യണം? ഒരു റിക്കവറി പ്ലാൻ കൊടുക്കണം. ഇത്രയും കാര്യങ്ങളായിരിക്കും അഡ്മിനിസ്ട്രേഷൻ്റെ ഗോൾ വരുന്നത്. ബട്ട് മാനേജ്മെൻറ്റിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്തോ മീൻസ് ഓറിയൻറ്റഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലഡിലുള്ള ആൾക്കാരെ രക്ഷിക്കുക, അതായിരിക്കും ആ സമയത്തുള്ള റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ദെൻ അടുത്തത് എന്തായിരിക്കും? ഇവരൊരു ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിക്കുക, ആ ക്യാമ്പിലുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാം. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവരുടെ അടുത്ത് നിന്ന് ഡാറ്റ കളക്ഷൻ വരുന്നുണ്ടായിരിക്കും. ആ ഡാറ്റ എടുത്തിട്ട് എന്തായിരിക്കും? റീഹാബിലിറ്റേഷൻ പ്ലാൻ നമ്മൾ എന്ത് ചെയ്യും? നടത്തും. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആൾക്കാരായിരിക്കും ചെയ്യുന്നത്. എന്നാൽ ഇതെല്ലാം കൂടെ വരുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഡിസ്ട്രിക്ട് അതോറിറ്റീസിനോ അല്ലെങ്കിൽ മിനിസ്ട്രി ലെവലുള്ള ആൾക്കാർക്കായിരിക്കും. ഓക്കെ, അതാ പറഞ്ഞത് ഇവിടെ ഫൈനൽ എൻഡ് എന്ന് പറയുന്നത് ആ ഒരു പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ലൈവ്ലിഹുഡ് നഷ്ടപ്പെട്ട ആളുകളെ കംപ്ലീറ്റ്ലി പഴയ രൂപത്തിലേക്ക് റിക്കവർ ചെയ്തെടുക്കുക, അതാണ് എൻഡ് ഗോൾ. അതിലെ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ ആക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും മാനേജ്മെൻറ്റ് ലെവലിൽ വരുന്ന ആൾക്കാർ. ഓക്കെ, അപ്പം അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റും തമ്മിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു കേസിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ഈ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഡിഫറൻസ് ക്ലിയർ ആണോ? അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടോ? കാരണം അത് മനസ്സിലായാലായിരിക്കും നമുക്കിനി എന്ത് ചെയ്യുന്നത്? ഫെർദർ ആയിട്ടുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പറ്റുന്നത്. യെസ് സിന്ധു, യെസ് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ മെൽവിൻ, ഓക്കെ ഫൈൻ, യെസ് മനസ്സിലായിട്ടുണ്ട്. ആർക്കെങ്കിലും ക്ലിയർ അല്ലാത്തതുണ്ടോ? ആർക്കെങ്കിലും ക്ലിയർ അല്ലാത്തതുണ്ടോ? യെസ് രജിത ക്ലിയർ ആണ്. ഓക്കെ ഗോകുൽ, യെസ് ക്ലിയർ ആണ്. ഓക്കെ ഫൈൻ, ഗുഡ്. ഓക്കെ, അപ്പം ഇനി ഇതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ പോകുന്നത്. നമ്മളിനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അഡ്മിനിസ്ട്രേഷനാണ്. ഓക്കെ, അഡ്മിനിസ്ട്രേഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ലെവലിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ടോപ്പ് ലെവലിൽ എങ്ങനെയായിരിക്കണം ഫംഗ്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജസ്റ്റ് 1 സെക്കൻഡ്. ഇപ്പോൾ നമ്മുടെ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പരിചിതമല്ലാത്തൊരു കാര്യമല്ല. ഓക്കെ, പരിചിതമല്ലാത്തൊരു കാര്യമല്ല. അപ്പോൾ നിങ്ങളുടെ സ്റ്റാർട്ടിങ് ഫ്രം യുവർ ഫാമിലി എന്ന് പറയുന്നതിന് ഒരു ഓർഗനൈസേഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെയും അഡ്മിനിസ്ട്രേഷൻ കാണാൻ വേണ്ടി പറ്റും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെസിഷൻ മേക്കിങ്ങുകൾ അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഒരു നോർമൽ ഒരു പാട്രിയാർക്കിയൽ ഫാമിലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ടോപ്പിലായിട്ട് മെൻ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ വുമൺ ഉണ്ടായിരിക്കും, ദെൻ ചിൽഡ്രൻ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹൈറാർക്കി ഈവൻ ഒരു ഫാമിലി സിസ്റ്റത്തിൽ കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ഡിവിഷൻ ഓഫ് ലേബർ കാണാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ പ്രീ ഹിസ്റ്റോറിക് ടൈം മുതലേ ഫോളോ ചെയ്തു വരുന്നൊരു സെറ്റപ്പാണ്. ഓക്കെ, അതായത് നമ്മുടെ ഹ്യൂമൻസ് ബൈ ഡിഫോൾട്ട് നമ്മൾ എന്താ പറയുക, തീരുമാനിച്ചുണ്ടാക്കിയെടുത്തൊരു സാധനമല്ല അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ഉള്ളിലേക്ക് പതുക്കെ വന്നു ചേർന്ന ഒരു കാര്യമാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? നമ്മളത് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഓക്കെ ഇങ്ങനെയൊക്കെയാണല്ലേ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പിന്നെയാണ് നമ്മൾ അതിൻ്റെ മുകളിൽ തിയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 19-20 നൂറ്റാണ്ടിൽ, പ്രധാനമായിട്ടും 18 മുതൽ 20 നൂറ്റാണ്ട് വരെ, 18 നമുക്ക് പറയാൻ പറ്റില്ല, 19-20 നൂറ്റാണ്ടിലാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വിവിധ തിയറീസ് നമ്മൾ ഇവോൾവ് ചെയ്തു വരുന്നത് അല്ലെങ്കിൽ പഠിച്ചു വരുന്നത്. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻസ് വരുന്നത്. എന്നാൽ അതിന് മുമ്പ് തന്നെ ഈ പറയുന്ന പ്രോപ്പറായിട്ട് നമ്മളുടെ കോർഡിനേഷൻ വർക്കുകളൊക്കെ ചെയ്തിട്ട് റിസോഴ്സ് മൊബിലൈസേഷൻ ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വി ഹാവ് ബിൽഡ് ഡിഫറെൻറ്റ് സിവിലൈസേഷൻസ്. ഓക്കെ, നിങ്ങൾ തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കും ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത്. ഓക്കെ, ഡിഫറെൻറ്റ് സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ വരുന്നുണ്ട്, നമ്മുടെ
ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് മെസ്സപ്പൊട്ടോമിയൻ, ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ വരുന്നുണ്ട്. ഓക്കെ, ദെൻ പിന്നീട് കുറച്ചും കൂടെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് മെസ്സപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ വരുന്നുണ്ട്, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വരുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ ഡിഫറെൻറ്റ് സിവിലൈസേഷൻസ് വിവിധ കാലഘട്ടങ്ങളിൽ നിലനിന്നിട്ടുണ്ട്. അതിനും പ്രീ ഹിസ്റ്റോറിക് ടൈമിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഡിവിഷൻ ഓഫ് ലേബർ കാണാൻ പറ്റും ഗുഹാചിത്രങ്ങളിലൊക്കെ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്ത്രീകൾ ഹൗസ് ഹോൾഡ് വർക്കാണ് ചെയ്യുന്നത്. ഓക്കെ, മെൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൂടുതൽ ഇൻറ്റൻസ് ആയിട്ടുള്ള വർക്കാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് കൃഷി ചെയ്യുന്നത് മെന്നാണ്. ഓക്കെ, അപ്പം ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്കുകളൊക്കെ അന്ന് ചെയ്തിരുന്നത് മെൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിസിക്കൽ സ്ട്രെങ്ത് വേണം. ഓക്കെ, സോ നമ്മുടെ അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്ന സമയത്തും മാനേജ്മെൻറ്റിൽ വരുന്ന സമയത്തും ഹ്യൂമൻസിനെ ഒരു റിസോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഹ്യൂമൻസ് ആർ റിസോഴ്സസ്. അപ്പോൾ ഒരു റിസോഴ്സ് നമുക്ക് ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്ത്, വീക്ക്നെസ് ഇത് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പം മെന്നിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ സ്ട്രെങ്ത് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്തു, കൂടുതൽ ഫിസിക്കലി ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്കുകൾക്ക് ആൻഷ്യൻ ടൈം മുതലേ നമ്മൾ എന്ത് ചെയ്തു. ഓക്കെ, അത് നമ്മൾ തിയറി പഠിച്ചിട്ടൊന്നുമല്ല, നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ആ വർക്ക് നമ്മൾ ചെയ്തു. എന്നാൽ അങ്ങനെയല്ലാത്ത ഫുഡ് പ്രിപ്പറേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ ഫിസിക്കലി അത്ര സ്ട്രോങ് അല്ലാത്ത വർക്കുകൾ അതെന്ത് ചെയ്തു, വുമൻസിന് കൊടുത്തു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ആൻഷ്യൻ ടൈമിൽ ഈ ഒരു ഡിവിഷൻ ഓഫ് ലേബറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ദെൻ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒരു സിവിലൈസേഷൻ കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു ഏരിയൽ വ്യൂ ഓഫ് ദി മെസ്സപ്പൊട്ടോമിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഗ്രേറ്റ് ബാത്ത് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു ഏരിയൽ വ്യൂ ആണ്. അപ്പം മെസ്സപ്പൊട്ടോമിയയുടെ ഹിസ്റ്ററി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഗ്രിഡ് ലൈക്ക് പാറ്റേൺ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സിറ്റീസൊക്കെ പ്ലാൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ചുടുകട്ടകളായിരുന്നു അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് അവർക്കുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ അപ്പർ ആൻഡ് ലോവർ ടൗൺ, സിറ്റാഡൽ, അതുപോലെ തന്നെ ലോവർ ടൗൺ, ഇതൊക്കെ അവർക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും ആളുകളെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇത്രയും ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കുന്നതിനൊക്കെ അവിടെ എന്തുണ്ടായിരുന്നു, ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ ആ ഡയറക്ഷൻ കൊടുക്കുന്നതിന് ആളുകൾ എവിടെ താമസിക്കണം, എവിടെയായിരിക്കണം സെറ്റപ്പ് ചെയ്യേണ്ടത്, എവിടെയായിരിക്കണം ഈ പറയുന്ന ഗ്രേറ്റ് ബാത്ത് സെറ്റപ്പ് ചെയ്യേണ്ടത്, ഓക്കെ, ഇറിഗേഷൻ വർക്കുകൾ എങ്ങനെയായിരിക്കണം, വീടുകൾ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാരുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ അന്നത്തെ കാലം മുതലേ ഉണ്ടായിരുന്നു. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ആൻഷ്യൻ ടൈം മുതലേ അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ അറിയാതെ ഇവോൾവ് ചെയ്ത് വന്ന ഒരു കാര്യമാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് മാനേജ്മെൻറ്റും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പിന്നീട് ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻസ് അല്ലെങ്കിൽ ഹ്യൂമൻസ് ബിഹേവ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള തിയറീസ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതൊക്കെ. ഓക്കെ, സോ ആൻഷ്യൻ ടൈം ഓൺവേർഡ്സ് ദിസ് ഹാസ് ബീൻ വിത്ത് അസ്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ബേസിക് ആയിട്ട് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് രണ്ട് വാക്കുകൾ ചേർന്നതാണ്, ആഡ് പ്ലസ് മിനിസ്റ്ററെ. ഓക്കെ, ആഡ് പ്ലസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് രണ്ടും കൂടെ ചേർന്നതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ്. ഓക്കെ, ആഡ് പ്ലസ് മിനിസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ എന്നുള്ള ആ ഒരു വാക്ക് എന്ത് ചെയ്യുന്നത്, ഡിറൈവ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മീനിങ് നിങ്ങൾ നോക്കുക. മിനിസ്റ്റർ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്, കെയർ. ഒന്ന് കെയർ എന്ന് പറയുന്നുണ്ട്, രണ്ടാമത്തത് ലുക്ക് ആഫ്റ്റർ പീപ്പിൾ ആൻഡ് മാനേജ് അഫയേഴ്സ്. ഓക്കെ, അപ്പം മൂന്ന് രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടേമിനെ യൂസ് ചെയ്യുന്നുണ്ട്. കെയർ വരുന്നുണ്ട്, ഓക്കെ, പിന്നെ ലുക്ക് ആഫ്റ്റർ വരുന്നുണ്ട്, പിന്നെ മാനേജിങ് അഫയേഴ്സ് വരുന്നുണ്ട്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തിൽ വരുന്നുണ്ട്, ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, കെയർ വരുന്നുണ്ട്, ലുക്ക് ആഫ്റ്റർ പീപ്പിൾ വരുന്നുണ്ട്, മാനേജ് അഫയേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, മൂന്ന് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ മൂന്നിൻ്റെയും ബേസിലായിരിക്കും ഇനി അങ്ങോട്ടേക്ക് വരുന്ന അഡ്മിനിസ്ട്രേഷൻ തിയറി നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതായത് കെയർ ബേസ് ചെയ്തുകൊണ്ടുള്ള തിയറി പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മാനേജിങ് അഫയേഴ്സ് ബേസ് ചെയ്തിട്ട് തിയറി പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും ചില ആളുകൾ പർപ്പസ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, പർപ്പസ് ആയിരിക്കും. ചില ആളുകൾ പ്രോസസ്സ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ചില ആളുകൾ എൻഡ് ഗോൾസ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ചില ആളുകൾ എന്തായിരിക്കും ഇതിൻ്റെ ഈ ഒരു സോഷ്യൽ ഡയമെൻഷൻ കെയർ ആണ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് എവിടെയാണോ ഓരോ തിങ്കേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള തിയറീസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം തന്നെ ഇവിടുന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി വരുന്ന തിയറീസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇതിനടുത്തത് ദ അഡ്മിനിസ്ട്രേഷൻ റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് മാനേജിങ് ആൻഡ് ഓർഗനൈസിങ് ആക്ടിവിറ്റീസ്. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതിൻ്റെ ഫർദർ എന്താ പറയുക, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ ഡെയിലി കേൾക്കുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത്.
ഓക്കെ, പലപ്പോഴും നിങ്ങൾ കേൾക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷൻ വരാൻ തന്നെയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് റിസോഴ്സ് കൺസ്ട്രെയിൻസ് ആണ്. ഓക്കെ, റിസോഴ്സ് കൺസ്ട്രെയിൻസ് ആണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഇല്ല, വളരെ കുറഞ്ഞ റിസോഴ്സസ് മാത്രമേ നമ്മുടെ അടുത്തുള്ളൂ. അതിപ്പോൾ എന്ത് നോക്കിക്കഴിഞ്ഞാലും, ഇപ്പോൾ ലൈക്ക് എനർജി ആയി കഴിഞ്ഞാലും, അതല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റിസോഴ്സസ് ആയി കഴിഞ്ഞാലും, ഹ്യൂമൻ റിസോഴ്സ് ആയി കഴിഞ്ഞാലും, ഇതൊക്കെ നമുക്ക് ലിമിറ്റഡ് എമൗണ്ടിൽ മാത്രമേ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇന്ത്യയിൽ 140 കോടിയോളം ജനങ്ങളില്ലേ, അപ്പം ഹ്യൂജ് ഹ്യൂമൻ റിസോഴ്സ് ഇല്ലേന്ന്. അതൊരു റിസോഴ്സ് ആവുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻസ് ഒരു റിസോഴ്സ് ആവുന്നത് അവർക്ക് സ്കില്ല്, എഡ്യൂക്കേഷൻ, നോളജ് ഇതെല്ലാം കൂടെ വരുന്ന സമയത്താണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ആക്ച്വലി അതൊരു റിസോഴ്സ് ആവുള്ളൂ, അതല്ലെങ്കിൽ അതൊരു ഡെമോഗ്രാഫിക് ഡിസാസ്റ്റർ ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, സോ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് റിസോഴ്സ് കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചില ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ചില ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലഭ്യമായിട്ടുള്ള റിസോഴ്സസിനെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഫുഡ്. ഓക്കെ, ഫുഡ് ഇപ്പോൾ കുറച്ച് കാലം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഇന്നത്തെ പോലെ ഫുഡ് അത്രത്തോളം ലഭ്യമായിരുന്ന ഒരു കാലഘട്ടമല്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുഡ് ലഭ്യമാകുന്ന കാലഘട്ടത്തിൽ അടുത്തൊരു വർഷം എങ്ങനെയായിരിക്കണം എന്നുള്ളത് അവർ പ്ലാൻ ചെയ്യും. ഓക്കെ, പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, എന്നിട്ട് അവർ ഓർഗനൈസ് ചെയ്യും. എങ്ങനെയാണ് അവർ ഓർഗനൈസ് ചെയ്യുക, ഈ പറയുന്ന ഫുഡിൽ ചില ഫുഡുകളൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, ആ ഫുഡുകളൊക്കെ ഉണക്കി സൂക്ഷിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കപ്പ, ചില സ്ഥലത്തൊക്കെ ചില നാട്ടിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വാട്ടക്കപ്പ എന്ന്. ഓക്കെ, അതിനെ ഉണക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ചിലതിനെയൊക്കെ നമ്മൾ പൊടിച്ച് വെക്കും. ഓക്കെ, എന്നിട്ട് അതിനെന്ത് ചെയ്യും, ഈ കടക്കാത്ത അല്ലെങ്കിൽ എയർ കടക്കാത്ത രൂപത്തിൽ അതിനെ പ്രിസർവ് ചെയ്ത് വെക്കും. ഓക്കെ, ചില സാധനങ്ങളൊക്കെ നമ്മൾ ഉപ്പിലിട്ട് വെക്കും. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, ജസ്റ്റ് നമുക്ക് ആ ഒരു ടേസ്റ്റോട് കൂടി കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അതിനെ പ്രിസർവ് ചെയ്യാനും കൂടിയാണ്. കാരണം ഇത് ഇല്ലാത്ത ഒരു ലീൻ പീരീഡ് വരും. ലീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് സാധനങ്ങളൊന്നും ലഭ്യമല്ലാത്ത ഒരു പീരീഡ് വരും. ആ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് കൃത്യമായിട്ട് നമ്മൾ മാനേജ് ചെയ്തു, ഇല്ലാത്ത കാലഘട്ടത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, മാറ്റി വെച്ചു. ഓക്കെ, ഇപ്പോൾ കർക്കിടകമൊക്കെ അന്നത്തെ കാലഘട്ടത്തിലേക്ക് പഞ്ഞ കാലഘട്ടമായിരുന്നു. നിങ്ങളൊരു 20 കൊല്ലം 30 കൊല്ലം പുറകോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കർക്കിടകം എന്ന് പറയുന്നത് പഞ്ഞ കാലഘട്ടമാണ്. പഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ലഭിക്കാത്ത, റിസോഴ്സസ് ഒന്നും അത്രത്തോളം ഇല്ലാത്ത, ഫുഡ് അവൈലബിൾ അല്ലാത്തൊരു പീരീഡാണ്. അപ്പം ആ സമയത്തേക്കൊക്കെ ഫുഡ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തത്, കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്താണ്, ഇറ്റ്സ് എ ഫോം ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇറ്റ്സ് എ ഫോം ഓഫ് അഡ്മിനിസ്ട്രേഷൻ വരുന്നതാണ്. ഓക്കെ, അത് ലോവർ ലെവലിലായതുകൊണ്ട്, സിമ്പിൾ ആയതുകൊണ്ട് നമ്മളതിനെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഈ പറയുന്ന പ്ലാനിങ്, ഓർഗനൈസിങ് ഇതൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാനേജ്മെൻറ്റിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡെയിലി ലൈഫുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാം. ദെൻ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേഷൻ റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് മാനേജിങ്, ഓർഗനൈസിങ് ആക്ടിവിറ്റീസ്, റിസോഴ്സസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ഓർ സിസ്റ്റം ടു അച്ചീവ് സ്പെസിഫിക് ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് എഫിഷ്യൻ്റ്ലി. ഓക്കെ, സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യും. ഇത് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കാര്യമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിലൊരു കല്യാണം നടക്കുന്നു. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഇറ്റ് സെൽഫ്, അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗോൾസ് ഉണ്ടായിരിക്കും. മക്കളുടെ വിദ്യാഭ്യാസം, അതല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട് വെക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കും ഡിഫറെൻ്റ് ആയിട്ട് ലൈക്ക് ആസ് ആൻ ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മാനേജ് ചെയ്യണം. നിങ്ങളുടെ ലൈഫിന് നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. യു ഹാവ് ടു ബി ദി അഡ്മിനിസ്ട്രേറ്റർ, യു ഹാവ് ടു ബി ദി ഡിസിഷൻ മേക്കേഴ്സ് ഓഫ് യുവർ ലൈഫ്. ഓക്കെ, സോ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറയാം. ഞാൻ പിന്നെ അത് ടൈം കൺസ്യൂമിങ് ആയിരിക്കും, എക്സാമിനേഷൻ അത്രത്തോളം ആവശ്യമായിട്ട് വരില്ല എന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്യണം. ഓക്കെ, ദെൻ അടുത്തത്, ഇറ്റ് ഇൻക്ലൂഡ്സ് മെനി ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് സച്ച് ആസ് ഓർഗനൈസിങ്, സെലക്ടിങ്, മാനേജിങ് എവറിഡേ ഓപ്പറേഷൻസ്. ഇതൊക്കെ എന്തിൽ വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടും വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന എവറിഡേ ഓപ്പറേഷൻ, മാനേജിങ് എവറിഡേ ഓപ്പറേഷൻ, അതാണ് എന്തിൽ വരുന്നത്, മാനേജ്മെൻറ്റിൽ വരുന്നത്. ഓക്കെ, സോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബ് പാർട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു സബ് പാർട്ടാണ് മാനേജ്മെൻറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിനെ മാനേജ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ, പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ടോ, ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? യെസ്, സിന്ധു ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഓക്കെ, ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതിനെ തന്നെയാണ് നമ്മൾ മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ എന്നും പറയുന്നത്. ഓക്കെ, ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ, മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, യെസ്, ക്ലിയർ ആണ്. ഓക്കെ, രജിതാൻജി, യെസ്, ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ്. ഇനി നമ്മൾ അതിലേക്കാണ്, സിലബസിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻറ്റർ ചെയ്യുന്നത്. ഇതുവരെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത്, സെറ്റ് ചെയ്തത്. ഓക്കെ,
ഇനി നമ്മൾ ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പിലേക്ക് പോവാണ്. അപ്പോൾ അതിനു മുമ്പ് ഇതിനെ രണ്ടായിട്ട്, ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് രണ്ടായിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് മാനേജിങ് ആൻഡ് ഓർഗനൈസിങ്. ഡിഫറെൻറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം ടു അച്ചീവ് സം ഗോൾസ്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ അഡ്മിനിസ്ട്രേഷൻ്റെ ഡെഫിനിഷൻ. ഇനി അങ്ങോട്ടേക്കുള്ള ഡിഫറെൻറ്റ് ഡെഫിനിഷൻ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ഈ രൂപത്തിലായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, ഏത് ഡെഫിനിഷൻ ആയിക്കോട്ടെ, ഈ പറയുന്ന ഏതെങ്കിലും ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളെ അതിനെ മാനേജ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക ടു അച്ചീവ് ഇവിടെ പറയുന്ന ഏതെങ്കിലും ഗോൾസ്. ഇങ്ങനെയായിരിക്കും എല്ലാ ഡെഫിനിഷൻസും വരുന്നത്. ഓക്കെ, പൊതുവിൽ എക്സെപ്റ്റ് കെയറിലേക്ക് വരുന്ന സമയത്തും ഇതേ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് പീപ്പിൾ മാനേജ്മെൻ്റ് ആണ് ടു അച്ചീവ് കോമൺ ഗുഡ്. അതാണ് എന്ത് ചെയ്യുന്നത്? കെയറിൻ്റെ കാര്യത്തിലേക്ക് വരുന്നത്. അതല്ലാത്ത ബാക്കി എല്ലാ ഡെഫിനിഷനും നിങ്ങൾക്ക് ഈ രൂപത്തിൽ എടുക്കാൻ പറ്റും. അതായത് ചില കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്, ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഇൻ ഓർഡർ ടു അച്ചീവ് സർട്ടൻ തിങ്സ്. ഓക്കെ, സോ അതിൽ എന്തെല്ലാം കാര്യങ്ങളെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം തന്നെ പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് എന്ത് ചെയ്യുന്നുണ്ട്? മാനേജ് ചെയ്യുന്നുണ്ട്. ദെൻ റിസോഴ്സസ്. ഈ റിസോഴ്സസ് എന്ന് പറയുന്ന സമയത്ത് 2 ടൈപ്സ് ഓഫ് റിസോഴ്സസ് വരുന്നുണ്ട്. ഒന്ന് മെൻ, ഓക്കെ, അതായത് മെൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ മെറ്റീരിയൽ വരുന്നുണ്ട്. ഓക്കെ, മെറ്റീരിയൽ, മെൻ ആൻഡ് മെറ്റീരിയൽ, ഇങ്ങനെ 2 ടൈപ്സ് ഓഫ് റിസോഴ്സസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? റിസോഴ്സ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. മെൻ ആൻഡ് മെറ്റീരിയൽ 2 റിസോഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? മാനേജ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ ഈ പറഞ്ഞ മെന്നിൽ വരുന്നതാണ് ഈ പറയുന്ന പീപ്പിൾസ്. ദെൻ അതുപോലെ തന്നെ ആളുകളുടെ റെസ്പോൺസിബിലിറ്റീസ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന സമയത്ത് നമുക്കതിനെ പ്രോസസ്സ് എന്നും പറയാം. ഓക്കെ, ഡിഫറെൻറ്റ് പ്രോസസ്സ്, അതാണല്ലോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പം പ്രോസസ് ഓർ ആക്ടിവിറ്റി, റിസോഴ്സ്, പീപ്പിൾ, റെസ്പോൺസിബിലിറ്റി, ഇതിനെല്ലാത്തിനെയും നമ്മൾ മാനേജ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഇൻ ഓർഡർ ടു അച്ചീവ് എഫിഷ്യൻസി. ഓക്കെ, എഫിഷ്യൻസി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ഗോൾസ്, അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ എഫിഷ്യൻസിയിലേക്ക് വരുന്ന സമയത്ത്, ഓക്കെ, എഫിഷ്യൻസിയിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 100 കട്ടയുണ്ട്. ഓക്കെ, 100 കട്ടകൾ ഇവിടെ ഉണ്ട്. ഈ 100 കട്ടകളെ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഇവിടേക്ക് എത്തിക്കണം. അപ്പോൾ അതിന് ഫോർ എക്സാമ്പിൾ 4 ആൾക്കാരുണ്ടെങ്കിൽ ആ 4 ആൾക്കാർ 4 സ്ഥലത്തായിട്ട് നിൽക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരാൾ ഇവിടെ നിൽക്കും, അടുത്ത ആൾ ഇവിടെ നിൽക്കും, അടുത്ത ആൾ ഇവിടെ നിൽക്കും, പിന്നത്തെ ആൾ ഇവിടെ നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇയാൾ ട്രാൻസ്ഫർ ചെയ്യും, ഇത്രയും ദൂരം ഇയാൾ ട്രാൻസ്ഫർ ചെയ്യും, ദെൻ അടുത്ത ആൾ. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരാൾ തന്നെ കട്ട ഇവിടുന്ന് എടുത്തിട്ട് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വെറുതെ നടക്കും. ഓക്കെ, സോ അങ്ങനെ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഫാറ്റിഗ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, എല്ലാവർക്കും ഒരേപോലെ ഒരേ താളത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു കോർഡിനേറ്റഡ് വർക്ക് ഇവിടെ സംഭവിക്കും. ഇൻഡിവിജ്വൽ വർക്ക് നടക്കുന്ന സമയത്ത് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവില്ല. ഓക്കെ, സോ ഈ രൂപത്തിൽ എന്ത് വരുന്നുണ്ട്? എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. ദെൻ ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നിങ്ങളൊരു ഓഫീസിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഓക്കെ, ആ ഒരു ഓഫീസിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുന്ന സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ലാർജർ ഓഫീസ് എടുത്ത് നിങ്ങളൊരു കളക്ടറേറ്റിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ കടന്നു ചെല്ലുന്ന സമയത്ത് കറക്റ്റായിട്ട് എന്തുണ്ടായിരിക്കും? ഒരു റിസപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ലൈക്ക് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഓരോന്നിനും പേര് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ദെൻ സെപ്പറേറ്റ്ലി ഒരു കളക്ടറുടെ ഓഫീസ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ കളക്ടറുടെ PA അല്ലെങ്കിൽ ലൈക്ക് പേഴ്സണൽ അസിസ്റ്റൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു ഓഫീസ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെയാണ് തഹസിൽദാർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഉണ്ടായിരിക്കും. അതിന് താഴെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റൽ സെക്ഷൻ ഓഫീസേഴ്സ് അവരൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. സോ ഇങ്ങനെയായിരിക്കും ഒരു കളക്ടറേറ്റിൻ്റെ ഒരു ഓഫീസ് ഉണ്ടാക്കുന്നത്. ഓർഗനൈസ്ഡ് ആയിട്ടായിരിക്കും. അവിടെയുള്ള ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ഇനി അതല്ലെങ്കിൽ അതിൻ്റെ പുറത്തുള്ള നെയിം ബോർഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഓർഡർ ഉണ്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയല്ല, ഒരു കളക്ടറേറ്റ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രാവിലെ ആദ്യം ആരാണോ വരുന്നത് അവർക്ക് തോന്നിയ സ്ഥലത്തിരിക്കും. ഓക്കെ, ദെൻ അടുത്ത ആൾ എന്ത് ചെയ്യും? വരുന്ന സമയത്ത് അയാളുടെ സ്ഥലത്തിരിക്കും. ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഓർഡർ ഉണ്ടാവില്ല. ഓക്കെ, അതായത് ഇയാൾ ചിലപ്പം ഇന്നലെ ഇവിടെ ആയിരിക്കും വർക്ക് ചെയ്തത്. ഓക്കെ, ഈ A എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കും വർക്ക് ചെയ്തത്, ഇന്നിപ്പോൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇന്നലെ ഇയാൾ ഫയൽ മുഴുവൻ വെച്ചിട്ടുണ്ടാവുക ഇവിടെയാണ്, ഇന്നിപ്പം ഇവിടെയാണ് ഈ ഫയൽ വെക്കുന്നത്. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ അതിലേക്കൊന്നും പോകണ്ട. അപ്പം നിങ്ങളുടെ പഠനം തന്നെ നിങ്ങൾ ഓർഗനൈസ്ഡ് ആയിട്ട് ഓരോ ദിവസവും കൃത്യമായിട്ട് പഠിച്ചു പോകുന്ന സമയത്ത്, ഒരു ഓർഡറിൽ പഠിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. യു ഹാവ് ദി എഫിഷ്യൻസി. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു ഓർഡർ ഉണ്ടായിരിക്കും, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട്. ദെൻ ഗോൾ അച്ചീവ്മെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഓർഗനൈസേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫയൽ മൂവ്മെൻറ്റ്. ഓക്കെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈക്ക് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറിൽ നിന്ന് സെക്ഷൻ ഓഫീസറിലേക്ക്, സെക്ഷൻ ഓഫീസറിൽ നിന്ന് എന്തായിരിക്കും ഹയർ ലെവൽ അണ്ടർ സെക്രട്ടറിയിലേക്ക്, ദെൻ ടു ദ ഡിസ്ട്രിക്ട് കളക്ടർ. സോ ഇങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഫയൽ മൂവ്മെൻ്റ് ഒക്കെ നടക്കുന്നത് എവിടെയായിരിക്കണം? ഈ പറയുന്ന രൂപത്തിൽ ഒരു ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു ഗോൾസ്, ആ ഒരു ഫൈനലായിട്ടുള്ള ആ പേപ്പർ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നത്, അതൊരു ഗോളാണ്.
ഒരു ഓർഗനൈസേഷനിൽ ഡിഫറൻറ്റ് രൂപത്തിലേക്കുള്ള ഫയൽ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് നടക്കുക എന്ന് പറയുന്നത് അത് അവിടുത്തെ, അതായത് പ്രോസസ്സ് സ്മൂത്തായിട്ട് നടക്കുക, അതൊരു ഗോളാണ്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും, ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനിലേക്ക് വരുന്ന സമയത്ത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു ബാങ്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എന്തായിരിക്കും, ഇപ്പോൾ ഫസ്റ്റ് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ എന്തായിരിക്കും എൻക്വയറിയിൽ പോകും, എന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു ചെക്ക് മാറ്റമുണ്ടെങ്കിൽ ചെക്ക് സബ്മിറ്റ് ചെയ്യും, വേറെ സ്ഥലത്തു നിന്നായിരിക്കും ക്യാഷ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അതല്ലാതെ ഇത് കൃത്യമായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചതുകൊണ്ട് എന്താണ്, പെട്ടെന്ന് ക്യാഷ് കൊടുക്കാൻ പറ്റും, അതായത് സർവീസ് ഡെലിവറി മെച്ചപ്പെടുത്താൻ പറ്റും. ഓക്കെ, ഒരു ബാങ്കിലെ സർവീസ് ഡെലിവറി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, മെച്ചപ്പെടുത്താൻ പറ്റും. അപ്പോൾ അതാണ് അവരുടെ ഗോള്. അപ്പോൾ അത് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത് ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ സ്ട്രോങ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഇതിനടുത്തത് അക്കൗണ്ടബിലിറ്റി. ഓരോരുത്തർക്കും ഓരോ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ കൃത്യമായിട്ട് അവർ ആ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നത് നോക്കാൻ പറ്റും. ഓക്കെ, സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ബാങ്കിൽ എല്ലാ ജോലിയും ചെയ്യുന്നത്, ഓരോരുത്തരും എല്ലാ ജോലിയും ചെയ്യണമെന്ന് വിചാരിക്കാം. ആരെങ്കിലും അയാളുടെ അടുത്ത് എൻക്വയറി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം, റിസോൾവ് ചെയ്ത് കൊടുക്കണം. ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ചെക്ക് നോക്കിയിട്ട് കറക്റ്റായിട്ട് പണം എടുത്ത് കൊടുക്കണം. ഇനി ആരെങ്കിലും ഡെപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ അതും അയാൾ തന്നെ സ്വീകരിക്കണം. ഓക്കെ, സോ ഇങ്ങനെ എല്ലാ കാര്യവും ഒരാൾ തന്നെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ദിവസം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി. ഓക്കെ, അതായത് ഒരു കസ്റ്റമർ കൊടുത്ത ഡെപ്പോസിഷൻ അത് കൃത്യമായിട്ട് അയാളുടെ അക്കൗണ്ടിലേക്ക് പോയില്ല. ഇത് ആരാണ് ചെയ്തത് എന്നത് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. കാരണം ഈ ഓഫീസർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വന്ന ആൾക്കറിയില്ല ഇതിൽ ആരാണ് ഇത് ചെയ്തതെന്ന്. പക്ഷേ ഓരോ വർക്കും ഓരോരുത്തരാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഈ ഡെപ്പോസിഷൻ സെഷനിൽ വർക്ക് ചെയ്തത് ആരാണോ ഹി വിൽ ബി അക്കൗണ്ടബിൾ. അപ്പോൾ അക്കൗണ്ടബിലിറ്റി കൃത്യമായിട്ട് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും, ഓരോ വർക്കുകൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗോൾസ് ആണ് ഇൻ ഓർഡർ ടു അച്ചീവ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യും ടു അച്ചീവ് ദിസ് തിങ്. ഓക്കെ, ഇവിടെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതായിരിക്കും നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത്. ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡെഫിനിഷൻസ് എല്ലാം തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ, പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ടോ? സിന്ധു ഓക്കെ, യെസ് മനസ്സിലായിട്ടുണ്ട്.